കൊന്നവരില്ലേ? മാതാപിതാക്കളെ മുന്നിൽ വെച്ച് കുട്ടികളെ കൊന്നവർ, ചെറിയ കുട്ടികളെ മുന്നിൽ വെച്ച് ഉമ്മയെ കൊന്നവരില്ലേ? ഭൂമിയിൽ കുഴിച്ചു മൂടിയവരില്ലേ? ഇന്നും ഇവിടെ ജീവിക്കുന്നില്ലേ? എന്തെല്ലാം അക്രമങ്ങൾ എവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ ജീവനോടുകൂടി ചുട്ടിരിക്കല്ലെന്ന് പലയിടത്തും. അങ്ങനെയാണെങ്കിൽ അവരുടെ മേലല്ലേ അതാപ് ഇറങ്ങേണ്ടത്? പാപങ്ങളെ കൊണ്ട് അതാപ് ഇറങ്ങാണെങ്കിൽ ആരെ ബാക്കിയുണ്ടാവും അവിടെ? അള്ളാഹ് അങ്ങനെ ഇറക്കൂല. വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നത്തെ ക്യാൻസർ ഒക്കെ ചിലപ്പോൾ അതിൽ പെട്ടേക്കാം. ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് അവർക്ക് നൽകുന്നത്. അവിടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയും അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഇതൊക്കെ അദാബാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര വലിയ തെറ്റാണ്. എത്രയോ ആളുകൾ എത്രയോ ജീവനോടുകൂടി എത്രയോ ദിവസം മണ്ണിന്റെ അടിയിലായിരുന്നു അവര്. രക്ഷപ്പെടാതെ അങ്ങനെ ദിവസങ്ങളോളം മണ്ണിന്റെ അടിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ മരണപ്പെട്ടവരുണ്ട്. പക്ഷെ അവരുടെ മനസ്സിന്റെ ഈമാൻ അവർക്കും അള്ളാഹ്ക്കും അറിയുള്ളൂ അവരെങ്ങനെ ക്ഷമിച്ചിരിക്കുമെന്ന്. അവരുടെ ക്ഷമക്കനുസരിച്ചുള്ള പ്രതിഫലം ഇപ്പോൾ അവർ അതിന്റെ സന്തോഷം അള്ളാഹുവിന്റെ അടുക്കൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അതിന്റെ ആനന്ദത്തിലായിരിക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا نبينا ومولانا محمد وعلى آله وصحبه وسلم. الحمد لله الحمد لله الحمد لله رب العالمين. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈയിടെയായി ഒരു സഹോദരൻ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇവിടെ നമ്മളുടെ നാട്ടിലൊക്കെ ഈ ദുരന്തങ്ങള്, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ അദാബായിട്ടാണോ? അതൊന്ന് വിവരിച്ചു തന്നാൽ തരക്കേടില്ലായിരുന്നു. പലരും മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ അദാബാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. പലരും അങ്ങനെയാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ പാപങ്ങൾ കാരണത്താലാണ് എന്നുള്ളത് അതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്ത് വന്ന പിഴവാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആന് 4 വിധത്തില് നമ്മിലേക്ക് ദുരന്തങ്ങൾ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ വിശദീകരണത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ദുരന്തങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടാണ്. അതെല്ലാവരിലേക്കും വരും. അത് എന്താ പറയാ, പാപം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. പരീക്ഷണങ്ങൾ പല വിധത്തിലും വരും. അപ്പൊ അത് വിശ്വാസികളെ സംബന്ധിച്ചോടൊപ്പം ശരിക്ക് ദുരന്തം എന്നുള്ള ഒരു വാക്ക് തന്നെ ശരിയല്ല. പൊതുവെ നമ്മളെ മലയാള ഭാഷയിൽ വാക്കുകൾ കുറവാണ്. ഈ ഓരോന്നിനും പ്രയോഗിക്കാനുള്ള വ്യത്യസ്ത വാക്കുകൾ കുറവാണ്. ദുരന്തം എന്ന് പറയുമ്പോ ദുരവസാനം എന്നുള്ള, മോശമായ അവസാനം സംഭവിച്ചു എന്ന അർത്ഥത്തിലാവാം. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോശമായ അവസാനം ഇല്ല. അവനക്ക് എപ്പോഴും പര്യവസാനം നല്ലതായിരുന്നു. അൽ-ആഖിബത്തുൽ മുത്തഖീൻ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, സൂക്ഷ്മതയുള്ള ആളുകൾക്ക്, ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ അന്ത്യം നന്നായിരുന്നു. അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ അവനക്ക് വരുന്ന പ്രയാസങ്ങളൊന്നും ദുരന്തങ്ങളാവില്ല. അതവന് ഗുണം ഉണ്ടാക്കുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണം സംഭവിച്ചിട്ടുള്ളത് അമ്പിയാക്കൾക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് അമ്പിയാക്കളെയാണ്. അപ്പൊ അവർ നോക്കി, അതിപ്പോ അവർ പാപം കൊണ്ട് അവരുടെ ഈമാൻ വർദ്ധിക്കുമ്പോൾ, അവരുടെ കൂടുതൽ പദവികൾ അവർക്ക് ഉയരാൻ അവരാഗ്രഹിക്കുമ്പോൾ അള്ളാഹു അവരെ പരീക്ഷിക്കണം. അല്ല, നിങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചിരിക്കണം അതുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, അങ്ങനെയല്ല. ഈമാൻ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പദവികൾ ഇനിയും അള്ളാഹുവിന്റെ അടുക്കൽ ഉയരാൻ അവർ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് അള്ളാഹു താല അവർക്ക് പരീക്ഷണം വെച്ചു. അത് അവർ വളരെ സന്തോഷപൂർവ്വം അതിലൂടെ നീങ്ങുകയും ചെയ്തു. അമ്പിയാക്കള്
ഉന്നതന്മാരായ സുദ്ദീഖീങ്ങള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കന്മാര്, ഇവരിൽ പലരും ജീവൻ പോലും ബലിയർപ്പിച്ചു. അതൊന്നും അവർക്ക് ദുരന്തമായിട്ട് അവർ മനസ്സിലായിട്ടില്ല. പലരെയും അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. അമ്പിയാക്കളെ രോഗങ്ങൾ നൽകി പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ പരീക്ഷണങ്ങളായിട്ട് പലതും വരും. അതൊന്നും എന്തല്ല, അവരത് ഒരു വിശ്വാസിക്കൊരു പ്രയാസമില്ല. മാത്രമല്ല ഒരു അദാബായിട്ടല്ല ഈ പരീക്ഷണങ്ങൾ വരുന്നത്. എല്ലാം അദാബായിട്ട് എന്ന് പറയാൻ പറ്റില്ല. സൂറത്തുൽ ബഖറയിൽ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കും എങ്ങനെയൊക്കെ അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നാം പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി, ഭയത്തിൽ നിന്നും കുറഞ്ഞതുകൊണ്ട്, വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, മുതലുകളിൽ നിന്നും, അതായത് സമ്പത്തുകളിൽ നിന്നും, അവയവങ്ങളിൽ നിന്നും, പഴവർഗ്ഗങ്ങളിൽ നിന്നും കുറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. അതെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, എന്നിട്ട് അല്ലാഹു പറയാണ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അപ്പൊ ഇവിടെ അല്ലാഹു പറയാൻ തീർച്ചയായും പരീക്ഷിക്കുമെന്നല്ല പറയാണ്. എന്നാൽ അല്ലാഹു തആല ഒന്നാകെ നിങ്ങളെ ഭയചകിതരാക്കി പരീക്ഷിക്കുന്നല്ല പറഞ്ഞു. ഭയത്തിൽ നിന്നും കുറഞ്ഞതുകൊണ്ട് പരീക്ഷിക്കും, വിശപ്പിൽ നിന്നും കുറഞ്ഞതുകൊണ്ട് പരീക്ഷിക്കും. വിശപ്പ് പറയുമ്പോൾ അതിൽ ദാഹവും പെട്ടുപോയി. വിശപ്പ്, ദാഹം ഒരു വർഗമാണ്. അതുപോലെ തന്നെ സമ്പത്തുകൾ കുറച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, അല്ലേ? കൃഷികൾ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ അവയവങ്ങൾ, നഫ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പെട്ടു? കുട്ടി സന്താനങ്ങൾ പെട്ടു, മാതാപിതാക്കൾ പെട്ടു, ഭാര്യ പെട്ടു, അതായത് ഇണകൾ പെട്ടു. അതെല്ലാം കുറച്ചുകൊണ്ട് നിങ്ങൾ അതെല്ലാം നിങ്ങളിൽ നീക്കിക്കൊണ്ട് നാം നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കും. അതിൽ ക്ഷമിക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് പറയാണ്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ആ വിശ്വാസികള് അവർക്ക് അല്ലാഹുവിൽ നിന്നും ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ, ഖാലു, അവര് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിന്റെ ഉടമാവകാശത്തിൽപ്പെട്ടതാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ ആളുകളാണ്, അള്ളാഹുവിന്റെ മിൽക്കിൽപ്പെട്ടതാണ്, നഹ്നു മംലൂകൂൻ എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവർക്കുണ്ടാവുക. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതുകൊണ്ട് അവരിലേക്ക് തന്നെയാണ് ഞങ്ങളെ മടക്കം. ഞങ്ങൾ അള്ളാഹിന്റേതാണ്, അള്ളാഹുവിലേക്കാണ് മടക്കം. ഞങ്ങളിലുള്ള ഓരോന്നും, അവരിൽ നിന്ന് ഓരോന്നും കൊണ്ടും പരീക്ഷിക്കപ്പെടുമ്പോൾ, അവരെ പരീക്ഷിക്കുമ്പോൾ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുമ്പോൾ, ദാഹം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ, ഞങ്ങൾ തന്നെ അള്ളാന്റെ അടിമകളാണ്. ഞങ്ങളിലുള്ളത് ഓരോന്നും ഇല്ലാതാക്കുമ്പോൾ, ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതാക്കുമ്പോൾ, ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതാക്കുമ്പോൾ, ഞങ്ങൾ തന്നെ അള്ളാന്റേതാണെങ്കിൽ അതെല്ലാം അല്ലാഹു തആല എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളതിൽ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അല്ലെ സമ്പത്തില്ലാതാക്കുമ്പോൾ, കായ്ക്കനികൾ ഇല്ലാതാക്കുമ്പോൾ, കൃഷികള്, അല്ലെ, അതുപോലെ തന്നെ സ്വന്തത്തെ തന്നെ ഇല്ലാതാക്കുമ്പോൾ സ്വന്തം അവയവങ്ങൾ ഇല്ലാതാവുകയാണ്, അല്ലെ, കൈകള് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെടാണ്, ഉമ്മ നമ്മളിൽ നിന്ന് പോവാണ്, ഉപ്പ പോവാണ്, സഹോദരന്മാർ പോവാണ്, സഹോദരികൾ പോവാണ്, ഇണകൾ പോവാണ്. അതല്ലപ്പോ വയനാട്ടിലൊക്കെ സംഭവിച്ചത്. വയനാട് ദുരന്തത്തില് കുടുംബം മൊത്തം പോയി, താൻ മാത്രം ബാക്കിയായി. അങ്ങനെയൊക്കെ എത്ര ആളുകൾക്ക് എന്തെല്ലാം പരീക്ഷിച്ചു. അല്ലാഹു പറയാൻ തീർച്ചയായും പരീക്ഷിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ, ആ പരീക്ഷണം വരുമ്പോൾ, ഈ പരീക്ഷണത്തിൽ വിധേയനായ ആൾക്കുണ്ടാവേണ്ട, ആ വ്യക്തിക്കുണ്ടാവേണ്ട ഗുണം എന്തായിരിക്കണം? അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉണ്ടാവേണ്ട ഗുണം എന്തായിരിക്കണം? ക്ഷമയുള്ളവരായിരിക്കണം. അള്ളാന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ്. ഞങ്ങൾ ഈ പോയവര് മാത്രമല്ല, ഞങ്ങളും അള്ളാന്റേതാണ്,
ഞങ്ങളിൽ നിന്ന് ആരൊക്കെ നഷ്ടപ്പെട്ടു പോയോ, ആരെല്ലാം മരണപ്പെട്ടു പോയോ, ആരെല്ലാം ഈ പരീക്ഷണത്തിൽ പെട്ടുപോയോ, ഈ എന്താ പറയുക ഉരുൾപൊട്ടൽ ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയോ, അവരെല്ലാം അള്ളാഹു താലാന്റെതാണ്. അവരെല്ലാം അള്ളാഹു എടുത്തു. ഞാനും അങ്ങോട്ട് പോവേണ്ടവരാണ്. അല്ലാതെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്നുള്ളത് അറിവില്ലാത്തതുകൊണ്ട് പറയാം. അള്ളാഹു താല അവർക്ക് അറിവ് നൽകട്ടെ. അങ്ങനെയല്ല. എത്രയോ ആളുകൾ ഈ ലൈവിൽ നമ്മള് കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൈവഹിതം, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അള്ളാഹിന്റെ ഭാഗത്തു നിന്നല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്? എത്ര ആളുകളുണ്ട്? അപ്പോ അതെന്താണ്? അവിശ്വാസികൾക്ക് ക്ഷമ ഉണ്ടാവും, അവർ ക്ഷമിക്കും, അള്ളാഹിന്റെ പരീക്ഷണമാണ്. എന്നിട്ട് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഓവറായിട്ട് കരയാനൊന്നും പാടില്ല. ഒരു സ്നേഹത്തിന്റെ ശഫക്കത്തിന്റെ കണ്ണുനീര് വരും. പക്ഷെ വാവിട്ടുകൊണ്ട് ആകെ പ്രയാസപ്പെട്ട് കരയുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. യഥാർത്ഥ വിശ്വാസിക്കും ക്ഷമിക്കണം, ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കണം വിശ്വാസികൾ. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ വിട്ടുപോയിട്ട് നിയന്ത്രണം കിട്ടാതെയുള്ള കരച്ചിലുകൾ വരുമ്പോ അതൊക്കെ അല്ലാഹു തആല മാപ്പാക്കും. പരാതി പറഞ്ഞുകൊണ്ടുള്ള ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ, ഇത് വല്ലാത്തൊരു, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാഹു നിങ്ങൾക്ക് ഓരോ ബലാലുകൾ ഇറക്കും, പരീക്ഷണം ഇറക്കുമ്പോ എന്താണ് ചെയ്യേണ്ടത്? ക്ഷമിക്കാൻ വേണ്ട. ക്ഷമിക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. അവരെന്ത് പറയും? അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ പറയുന്നത്, ഞങ്ങളൊക്കെ അള്ളാന്റെതാണ്. എന്നിട്ട് എന്താ ഉണ്ടാവുക? ഉലൈക അലൈഹിം. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഖുർആൻ എന്തിനാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇറക്കുന്നത്? നിങ്ങൾ ഉത്തമരാരാണെന്ന് പറയും പരീക്ഷ അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല ജീവിതം കൊണ്ടും മരണം കൊണ്ടും പരീക്ഷിക്കുന്നു. ഖുർആൻ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞു ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഖലഖൽ മൗത മരണത്തെ സൃഷ്ടിച്ചു, വൽ ഹയാത ജീവിതത്തെ സൃഷ്ടിച്ചു. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല നിങ്ങൾ ഉത്തമമായ പ്രവർത്തനം ചെയ്തവരാരാണ് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ മരണത്തെ അള്ളാഹ് സൃഷ്ടിക്കുന്നു. അത് പല വിധത്തിലായിരിക്കും മരണം എന്ന് മാത്രം. അതൊരു സമയം അള്ളാഹ് ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്. ആ സമയം എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. ആ നിലക്ക് അവരുടെ റൂഹിനെ അള്ളാഹു തആല പിടിക്കും. അത് പല വിധത്തിലായിരിക്കും. ചിലർക്ക് രോഗം ഉണ്ടാവും, ചിലർക്ക് ആക്സിഡന്റുകളായിരിക്കും, ചിലർക്ക് ഇതേപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളായിരിക്കും, ചിലർക്ക് സാധാരണങ്ങളായിരിക്കും. എന്നാലും ആ സമയത്തെ മരിച്ചിട്ടുള്ളൂ. ഒരാൾ മനസ്സിലാക്കുകയാണ് അയാൾ ഇനി കുറെ ജീവിക്കേണ്ടി വരുന്നു. അവരൊക്കെ എന്റെ ആ കുടുംബക്കാരെല്ലാം കുറെ കാലം ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷെ പ്രകൃതി ഉരുൾപൊട്ടൽ വന്നു, പെട്ടെന്ന് അവര് മരിച്ചുപോയി എന്നുള്ള തെറ്റിദ്ധാരണ പലരുടെയും വാക്കുകളിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർ വന്നുപോയോ എന്ന് തോന്നിപ്പോയി. അങ്ങനെയല്ല എന്റെ പ്രിയം നിറഞ്ഞ എന്റെ സഹോദരന്മാരെ, സഹോദരികളെ, അങ്ങനെയല്ല. നമ്മളിൽ നിന്നും പോയ നമ്മളെ മാതാപിതാക്കന്മാര്, നമ്മളെ സഹോദരന്മാര്, സഹോദരികൾ, കുഞ്ഞുകുട്ടികൾ നമ്മളിൽ നിന്നും ഈ ദുരന്തത്തിൽ, ഈ പ്രകൃതിക്ഷോഭത്തിൽ, ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവര് അവര് അതിൻ്റെതായ സമയത്തിയിട്ട് തന്നെ മരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അവരാ സമയത്ത് അവരുടെ പേരെയാണ് ഇലാ അജലി മുസമ്മ എന്ന് പറഞ്ഞില്ലേ, ലാ യസ്തഖിദ്ദിമൂന സാഅതൻ വലാ യസ്തഖിറൂൻ. അതിന്റെ സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും മുന്നോട്ടില്ല പിന്നോട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിൽ വിശ്വസിക്കുന്നവരോടാണ് ഈ സംസാരം മുഴുവനും. അങ്ങനെ അള്ളാഹിൽ വിശ്വസിക്കുന്നവരെന്ത് മനസ്സിലാക്കണം? എന്റെ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ നിന്ന് 11 പേര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 11 പേരുടെ സമയം എത്തിയിട്ടുണ്ട്, എന്റെ സമയം എത്തിയിട്ടില്ല. അവർ അള്ളാഹു വിളിച്ചു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ വിളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് മരണം വരെയെന്ന് മാത്രമുള്ളത്. അതിന് ആ സമയമാവുമ്പോൾ അവർക്ക് ഇങ്ങനെയാണ് മരിക്കേണ്ടത്, അവർ അങ്ങനെ മരിച്ചു. നമുക്ക് തോന്നണം വല്ലാത്ത വേദനയുള്ള മരണമാണ്, അങ്ങനൊന്നും ആവില്ല. അത് അവര് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അറിയണില്ല. അങ്ങനൊന്നും ആവില്ല. ചിലപ്പോ അങ്ങനെയുള്ള മരണത്തിൽ പെടുന്നവര് ചിലപ്പോ അവർക്കൊന്ന് ശബ്ദം പോലും ഉണ്ടാക്കാൻ സമയം കൊടുത്തിട്ടുണ്ടാവില്ല. അവർ വേദന തന്നെ അറിയാതായിരിക്കും ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും പറയാൻ പറ്റില്ല. ഒരു വേദന ശരീരത്തിൽ വരുന്ന സയൻസ് എന്താ പറയുന്നത്? ഇവിടെ നിന്നും ഒരു മെസ്സേജ് ആയിട്ട് പോകണം, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരണം. ബ്രെയിനിൽ നിന്നൊരു പ്രത്യേക ഭാഗമുണ്ട്, അവിടെ തിരിച്ച് സന്ദേശം വരണം, വേദനിക്കുക, എന്നാലും അവിടെ വേദനിക്കുള്ളൂ. അതിനൊന്നും സമയം കിട്ടാതെ മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ടോ? അതൊക്കെ അള്ളാഹുവാണ് വേദന കൊടുക്കണം, വേദന കൊടുക്കാതിരിക്കണതും. അത് നമ്മൾക്ക് അറിയില്ല. അതൊന്നും
അത് അള്ളാഹു താല ഓരോരുത്തരുടെ മേലും ഒരിക്കലും അല്ല ഒരു സൃഷ്ടിയുടെ മേല് അള്ളാഹു അക്രമം പ്രവർത്തിക്കുകയില്ല. നമ്മള് കാണുന്നില്ല, നമ്മള് തെറ്റിദ്ധരിക്കുകയാണ് പറയുന്നത്. ഇനി അള്ളാഹു താല പരിശുദ്ധ അള്ളാഹു താല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ആർക്കെങ്കിലും മരിക്കുമ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ അള്ളാഹു താല എന്ത് ചെയ്യില്ല, മരണശേഷം ശിക്ഷിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഇതിലൊക്കെ അസറിലൊക്കെ കാണാൻ സാധിക്കും, ഈ സഹാബാകളിൽ പല ആളുകളും മരിക്കുമ്പോൾ മരണവേദന ഉണ്ടാവണമെന്ന് കൊതിച്ചു വരുന്നു. എനിക്ക് മരണവേദന അധികരിക്കട്ടെ, നല്ലവണ്ണം വേദനയോടുകൂടി മരിക്കട്ടെ, കാരണം ആഖിറത്തുള്ള അദാബിനെ ആലോചിച്ചുകൊണ്ട് ആ ശിക്ഷ ഒഴിവായി കിട്ടിയല്ലോ. മരണവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് വേദന ഉണ്ടാവില്ല എന്ന് മുത്തുനബി പറഞ്ഞതല്ലേ, മുത്തുനബി സത്യം പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ വേദന ഉണ്ടായിക്കോട്ടെ, മരണവേദന ഉണ്ടായിക്കോട്ടെ എന്ന് ആഗ്രഹിച്ച സഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാം ഖൈറിൽ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇത് പരീക്ഷിക്കണം, വിശ്വാസികൾക്കും വരും അല്ലാത്തവർക്കും വരും. എത്ര വിശ്വാസികൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ലേ? ഉദാഹരണം പറയാം, ഹദീസിൽ കാണാൻ സാധിക്കും, ഈ പ്രകൃതിക്ഷോഭങ്ങളിൽ പെട്ടു മരിച്ച, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾ. ഫിഖിന്റെ മസലയാണ്, മസല ഫിഖ് പറയുന്നുണ്ട് നടത്തത്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ, മതിൽ വീണ് അതിന്റെ ഇടയിൽ പെട്ടു മരിക്കുന്ന ആളുകൾ, ഭൂകമ്പത്തിൽ മരണപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള വെള്ളപ്പൊക്കത്തിൽ മരണപ്പെടുന്ന ആളുകൾ, ചില വയറുവേദന ഉണ്ടായിട്ട് മരണപ്പെടുന്ന ആൾ, ഇങ്ങനെയുള്ള, അതായത് അന്നത്തെ കാലഘട്ടത്തിലുള്ള വലിയ രോഗമാണ് വയറുവേദന. ഇന്നത്തെ ക്യാൻസർ ഒക്കെ ചിലപ്പോൾ അതിൽ പെട്ടേക്കാം. ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് എന്തുണ്ടെന്നാ പറഞ്ഞത്? രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് അവർക്ക് നൽകുന്നത്. അവിടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയും ഇവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഇതൊക്കെ അദാബാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര വലിയ തെറ്റാണ്. അപ്പൊ അദാബ് എന്ന് പറയുന്നത് അവർ ചെയ്ത പാപം കാരണത്താൽ അവരെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു റസൂൽ ഇങ്ങനെ പറയുമായിരുന്നില്ല, അള്ളാഹു തആല ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ തന്നെയല്ല, ഇങ്ങനെ മരണപ്പെട്ടു പോയവർക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവർ രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോ അങ്ങനെ ഹദീസിൽ ഉണ്ടെങ്കിൽ ഇത് ശിക്ഷയാണെന്നല്ലല്ലോ അതിൽ വരുന്നത്, അള്ളാന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ്. അപ്പൊ അതിൽ ക്ഷമിക്കുന്നവർക്ക് ഉന്നതമായ സവാബ് ഉണ്ട് എന്നല്ലേ. എന്താ ഖുർആൻ പറഞ്ഞത്? അങ്ങനെ അല്ലദീന അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാണ്, ഞങ്ങൾ അള്ളാന്റെ അടിമകളാണ്, അള്ളാന്റെ ഉടമസ്തുക്കളാണ്, ഞങ്ങളെ അവനിലേക്ക് തന്നെ ഞങ്ങൾ മടക്കും, എല്ലാതും അള്ളാന്റെതാണ്, അള്ളാഹു തആല അവരുടെ സമയപ്പുറം എടുത്തു എന്നുള്ള നിലയ്ക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അവർക്ക് എന്താണ് അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഖുർആൻ പറയുന്നത്? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവരുടെ മേൽ തീർച്ചയായും അല്ലാഹു തആല അവരുടെ മേൽ അവരുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്നും രക്ഷയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് ഹിദായത്ത്, അവർ സന്മാർഗികളാണ് എന്ന് പറയുന്നത്. ഒരു പരീക്ഷണം വന്നു, തന്റെ ഉടയവരും ഉറ്റവരും തന്നിൽ നിന്ന് മരണപ്പെട്ടു പോയി ആളെ പരീക്ഷിച്ചു എങ്കിൽ അതിൽ ക്ഷമിച്ചു. അല്ലാതെ വന്ന പരീക്ഷണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നോ നിലക്ക് അവർ ക്ഷമിക്കുകയാണെങ്കിൽ അല്ല പറയുന്നത് എന്താണ്? അവരുടെ മേൽ അനുഗ്രഹങ്ങളുണ്ട്, അവർക്ക് പദവികളുണ്ട്. മാത്രല്ല അവരാണ് ഹിദായത്തുള്ള ഒരു ആളുകളുടെ ഇടയിൽ പരാതി പറഞ്ഞിട്ടും അത് പറഞ്ഞിട്ടും ഇത് പറഞ്ഞിട്ടും എന്താ പറയാ, ഇത് വല്ലാത്ത കഷ്ടപ്പാടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെയൊന്നും അവര് നീങ്ങൂല. അവര് ക്ഷമിക്കും. അല്ലാന്റെ ഭാഗത്തുനിന്നുള്ള ആ പരീക്ഷണം ക്ഷമിച്ചുകൊണ്ട് ഞാൻ ഇതാ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിദായത്ത്. അവരിൽ നിന്നും പിരിഞ്ഞു പോയവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് സന്തോഷിക്കുക ചെയ്യുക. അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിച്ച അവർക്ക് സ്വർഗം കിട്ടി. അവരുടെ പേര് പറഞ്ഞിട്ട് നമ്മള് അല്ലാഹു തആലയുടെ കോപത്തിൽ പെട്ടുപോയാൽ ക്ഷമിക്കാതെ അള്ളാഹുവിന് പരാതി പറഞ്ഞിട്ട് പൊറുതിയേട് കാട്ടിയിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലാണ്. പക്ഷെ ഇത് കാരണത്താൽ നരകത്തിൽ പോകുന്നത് നമ്മളാണ്. അവര് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ അവരുടെ ആത്മാക്കള് അവര് നമ്മളെ കൊണ്ട് വിഷമിക്കുക ചെയ്യും. ഞങ്ങൾ എത്ര നല്ലൊരു അവസ്ഥയിലായി, പക്ഷെ ഞങ്ങൾ കാരണത്താൽ ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുഫറിലേക്ക് പോകുന്നു ഞങ്ങൾ കാരണത്താൽ അവർക്കത് കൂടുതൽ വിഷമിക്കുക ചെയ്യും.
നമ്മളിവിടുന്ന് വിഷമിക്കുമ്പോൾ നമ്മളിന്ന് മരണപ്പെട്ടു പോയ ഈ പുണ്യാത്മാക്കള് അവര് വിഷമിക്കുക ചെയ്യും. കാരണം ഇങ്ങനെ മരിക്കുന്ന ആൾക്കാർ പുണ്യാത്മാക്കളാണ്. ഇവര് വിശ്വാസത്തോടുകൂടി മരിക്കുമ്പോൾ ഇവരുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട നിലയിൽ ശുദ്ധീകരിച്ചിട്ടാണ് അല്ലാഹു തആലയുടെ അടുക്കലേക്ക് അവരെത്തുന്നത്. നമുക്ക് വല്ലാത്ത ദയനീയമായ അവസ്ഥ ഇല്ല, അത് സന്തോഷകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തിന് അത് അദാബാണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്, എന്ത് പാപാണ്. എന്നോടൊരാൾ ചോദിച്ചാണ് എന്ത് നമുക്ക് അറിയായിട്ടാവൂല്ലേ, എന്തെങ്കിലും പാപില്ലാതെ അള്ളാഹ് അങ്ങനെ ചെയ്യൂലല്ലോ. എന്നോട് ചോദിച്ചു ഒരാള് ചോദിച്ചാണ് എന്ത് നമുക്കറിയാത്തത്. അപ്പൊ എത്ര തെറ്റിദ്ധാരണാണ് ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച്. വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചുകൂട്ടുന്നത് എത്ര വലിയ തെറ്റിദ്ധാരണ. അള്ളാഹിന്റെ അടുക്കൽ അവർ സ്വീകാര്യരാണ്, അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടെടുത്തു. പരീക്ഷണത്തിൽ അതിനുള്ള ഈമാനും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗമുണ്ട്. സ്വലവാത്തും റബ്ബിഹിം വറഹ്മ, അവർക്ക് റഹ്മത്തുണ്ട്. അള്ളാഹ് പറയാണ്. നമ്മൾ പറയണതോ എന്തോ പാപമുണ്ട്, അത്ര വലിയ തെറ്റാണ്. നമ്മൾ ഈ വാക്ക് കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോവാണ്. കാരണം അവരള്ളാഹ് സ്വീകരിച്ച ആളുകളാണ്, അള്ളാഹ് സ്വീകരിച്ചവരാണ് ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ആളുകൾ. നമ്മളിത് പറഞ്ഞിട്ട് നമ്മൾ നരകത്തിലേക്ക് പോകണം. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഇത് ശരിക്കും മനസ്സിലാക്കണം. അദാബ് രണ്ടാമത്തേത് എന്താണ്? അല്ലാഹു തആല ശിക്ഷയായിട്ട് നൽകണം അദാബ്. അത് ശരിയാണ്, അദാബായിട്ട് അള്ളാഹ് ഇറക്കുന്നത് പലയിടത്തും നശിപ്പിച്ചതേ ഖുർആൻ തന്നെ പറയണ കാരണം. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അദാബ് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു തആല മറ്റൊരു കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഖുർആനിൽ. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഉദാഹരണമായിട്ട് സൂറത്ത് ഹൂദിൽ 117 ആയത്ത് നോക്കും. എന്താണ് അതിൽ പറയണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ. നിന്റെ റബ്ബ് നബിയെ, തങ്ങളുടെ റബ്ബ്, തങ്ങളുടെ നാഥൻ, രക്ഷിതാവ് ഒരു ഗ്രാമത്തെയും അവരുടെ അക്രമം കാരണത്താൽ നശിപ്പിക്കുന്നവരല്ല എന്ന് പറയുന്ന അക്രമം തന്നെ പ്രവർത്തിച്ചാൽ നോക്കണം. ഇനി ഒരു ഗ്രാമം അവർ അക്രമം തന്നെ പ്രവർത്തിച്ചാൽ തന്നെ ആ അക്രമം കാരണത്താൽ ആ ഗ്രാമത്തെ നിങ്ങളുടെ രക്ഷിതാവ് നശിപ്പിക്കുന്നവരല്ല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അത് ആ ഗ്രാമത്തിലുള്ള അതിന്റെ അഹിലുകാര ഗ്രാമവാസികൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കെ. ഒരു ഗ്രാമം അല്ല, ആ ഗ്രാമത്തിൽ സൽപ്രവർത്തനം ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, എന്നാൽ അക്രമം പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ അക്രമം കാരണത്താൽ ഈ സൽപ്രവർത്തനം ആ ഗ്രാമത്തെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു തആല ചെയ്യുകയില്ല എന്ന് ഖുർആൻ അല്ലാഹ് പറയാണ്. അതിന് ഇങ്ങനെയും അർത്ഥമുണ്ട്. എങ്ങനെ? ഒരു ആശയം കൂടി അതിൽ നിന്ന് വരും. ഒരാൾ അക്രമം പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ജനത, ഒരു ഗ്രാമത്തിലെ ഒരു ജനത ഒരു അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർ തന്നെ സൽപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അവര് കാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്, സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്, അള്ളാഹുവിനെയും റസൂലിനെയും അവര് സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവരിൽ നിന്ന് ചില പാപങ്ങൾ വന്നു പോകുന്നുണ്ട്. ആ പാപങ്ങൾ കാരണത്താൽ നാം അവരെ നശിപ്പിക്കുന്നവരല്ല അള്ളാഹുവിന്റെ റസൂലേ എന്ന് അല്ലാഹു തആല, അള്ളാഹുവിന്റെ റസൂൽ ബോധനം നൽകുകയാണ്. അങ്ങനെ ഞാൻ നശിപ്പിക്കൂലട്ടോ. അങ്ങനെയാണ് നമ്മൾ വെറുതെ കണ്ട അള്ളാഹ് നശിപ്പിച്ചു, അള്ളാഹ് അതാബർക്കി. എന്തിനാ അള്ളാഹിനെ മേത്ത് അള്ളാഹിനെ ഇങ്ങനെ ക്രൂരനാക്കണേ? നമ്മൾ എന്തിനാണ് ക്രൂരനാക്കണേ? ഇനി സൂറത്തുൽ ഖസസ് എടുക്കുക. സൂറത്തുൽ ഖസസിലെ 59 ആയത്ത്. സൂറത്തുൽ ഖസസിലെ 59 ആയത്ത് എന്താണ് അതിൽ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ ഹത്താ യബ്അത ഫീ ഉമ്മിഹാ റസൂലൻ യത്ലു അലൈഹിം ആയാതിനാ വമാ കുന്നാ മുഹ്ലികൽ ഖുറാ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ. എന്താ പറയുന്നത്? അല്ലാഹ് പറയാണ് സൂറത്തുൽ ഖസസ് 59 ആയത്ത്. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ. നബിയെ, തങ്ങളുടെ രക്ഷിതാവ് ഗ്രാമങ്ങളെ
നശിപ്പിക്കുന്നവനല്ല. അല്ലാഹു പറയുന്നത് എന്താണ്? ഗ്രാമങ്ങളെ നശിപ്പിക്കുന്നവനല്ല. ഹത്ത ഏതുവരെ യബ്അദ ഫീ ഉമ്മിഹ, ആ ഗ്രാമത്തിന്റെ ആ രാജ്യത്തിന്റെ കേന്ദ്രത്തിൽ അയച്ചിട്ടല്ലാതെ റസൂലൻ യത്ലു അലൈഹിം ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകളെ ഓതിക്കൊടുക്കുന്ന, അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ, ഒരു ദൂതരെ നാം ആ ആ രാജ്യത്തിലേക്ക് അയച്ചിട്ടല്ലാതെ നമ്മൾ എന്താവില്ല, നമ്മള് എന്നിട്ടോ അയച്ചിട്ടല്ലാതെ നമ്മള് ആ ഗ്രാമത്തെ നശിപ്പിക്കുകയില്ല. അത് കഴിഞ്ഞിട്ടില്ല. എങ്ങനെ അയക്കുകയും വമാ കുന്നാ മുഹ്ലികുൽ ഖുറാ വമാ കുന്നാ മുഹ്ലികുൽ ഖുറാ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ, നാം ആ രാജ്യത്തെ നശിപ്പിക്കുന്നവനല്ല. ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ, ആ ഗ്രാമവാസികൾ അക്രമം പ്രവർത്തിക്കുന്നവരായിട്ടല്ലാതെ. അതായത് അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ അള്ളാഹു നശിപ്പിക്കും. അത് എപ്പോഴാണ്? അവരിലേക്ക് പ്രവാചകരെ അയച്ചതിന് ശേഷം, അവരിലേക്ക് പ്രവാചകന്മാരയച്ചു, അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കൊടുക്കുന്ന പ്രവാചകന്മാരെ അവരിലേക്ക് അയച്ചു, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ അയച്ചു. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? ആ പ്രവാചകനെ അനുസരിച്ചില്ല, ആ പ്രവാചകനെ നിഷേധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ അവരെ നശിപ്പിക്കുകയുള്ളൂ. അല്ലാതെ അവരിലേക്ക് ഒരു പ്രവാചകനെ അയക്കാതെ നമ്മൾ അവരെ നശിപ്പിക്കുകയില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കുന്നത്, ഇത് തെറ്റിദ്ധരിക്കരുത്. ഇതിന് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രവാചകരായിട്ട് ഇപ്പൊ നമ്മളിലേക്ക് ഒരു അന്ത്യനാൾ വരെ ഇക്കുള്ള പ്രവാചകൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകരുടെ അനന്തരികളായ ശരിയായ സത്യസന്ധരായ പണ്ഡിതന്മാരാണ് ആ പ്രവാചകന്റെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മളിലേക്ക് ആ സന്ദേശം എത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ അന്ത്യനാൾ വരെയുള്ള പ്രവാചകരെ നമ്മളിലേക്ക് അയച്ചു. അങ്ങനെ പ്രവാചകരെ അയച്ചു. പക്ഷെ ഈ പ്രവാചകരെ അയച്ചിരിക്കെ ആ പ്രവാചകനെ നിഷേധിക്കാതെ ആ പ്രവാചകനെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ നശിപ്പിക്കുകയില്ല എന്നാണ് റസൂൽ അല്ലാഹു തആല പറയുന്നത്. ഇനി അങ്ങനെ പ്രവാചകർ അയച്ചു ഒരു ജനതയിലേക്ക്. ഇതിൽ നിന്ന് വന്ന ഈ രണ്ടായത്തുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആശയമാണ് പറയുന്നത്. പ്രവാചകന്മാരെ അയച്ചു, അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു ഭാഗത്ത് സൽക്കർമ്മങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒരു ഭാഗത്ത് സൽപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു, അതിനോടുകൂടെ അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ ആ അക്രമത്തിന്റെ പേരിൽ നാം നശിപ്പിക്കുകയില്ല എന്നായി. എന്നിട്ട് ഖുർആൻ പിന്നെയും പറയാണ്, ആയത്ത് പിന്നെയും പറയാണ്, അപ്പൊ എന്താണ് അതിന്റെ ആശയം? നമ്മൾ ഒരു ഗ്രാമങ്ങളെയും ഒരു രാജ്യത്തെയും നശിപ്പിക്കുകയില്ല, ഒരു രാജ്യങ്ങളെയും നശിപ്പിക്കുകയില്ല. അതിലുള്ള ആ രാജ്യനിവാസികൾ മുഴുവനും അക്രമികളായിട്ടല്ലാതെ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഗ്രാമവാസികൾ മുഴുവൻ അക്രമികളായി. ആ പ്രവാചകന്മാരയച്ചു, അവരെ ധിക്കരിച്ചു എന്ന് മാത്രമല്ല, അവർ ആക്രമിക്കാൻ തുടങ്ങി, പ്രവാചകന്മാർ വധിക്കാൻ തുടങ്ങി. അങ്ങനെ അല്ലാഹു തആല നിങ്ങളുടെ മേൽ പ്രവാചകന്മാരുടെ നാവിലൂടെ നിങ്ങളുടെ മേൽ അദാബ് ഇറക്കുമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ അദാബിനെ കൊണ്ടുവരിക എന്ന് ആ ജനത പറഞ്ഞപ്പോൾ അല്ലാഹു തആല അങ്ങനെയുള്ള ജനതകൾ ഉണ്ടായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ പറയുന്ന ഞങ്ങളെ പേടിപ്പിച്ചറിയിക്കുന്ന അദാബിൽ നിന്ന് കൊണ്ടുവാ എന്നുവരെ പറഞ്ഞു പോയി. ആ സന്ദർഭത്തിലും അല്ലാഹു തആല അവരെ നശിപ്പിക്കുമ്പോൾ അതിനുള്ള സൽപ്രവർത്തനം ചെയ്യുന്ന ആ ദൂതന്മാരെ വിശ്വസിച്ചവരെ ആ നാട്ടിൽ നിന്നും കൊണ്ടുപോയിട്ടാണ് ആ നാട് നശിപ്പിച്ചത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ലൂത്ത് നബിയെ വിശ്വസിച്ചതായ സ്ത്രീകളെയും പുരുഷന്മാരെയും അവിടെ നിന്നും ആ നാട്ടിൽ നിന്നും കൊണ്ടുപോയി മലക്കുകളെ വിട്ടിട്ട് അവരെ പറഞ്ഞയപ്പിച്ചു, ഇന്ന് രാത്രിക്ക് രാത്രി നിങ്ങൾ പുറപ്പെടണം. അങ്ങനെ ഇവരൊക്കെ ആ അതിർത്തിയിൽ നിന്നും കടന്ന ഉടനെ ഒന്നാകെ ഭൂമിയെ അടിമയിൽ മറിച്ചു. ആ അഖിലുകാർ മുഴുവൻ അക്രമകാരികളായിരുന്നു, ഒന്നുപോലും ഒഴിവായിരുന്നു. എന്നാൽ അവരിൽ നിന്നും സത്യവിശ്വാസികളായ സൽപ്രവർത്തനം ചെയ്തിരുന്ന ഒരാളെയും അല്ലാഹു തആല ആ നാശത്തിൽ പെടുത്തിയിരുന്നു, ആ അദാബിൽ പെടുത്തില്ല. അവരെ മൊത്തം അല്ലാഹു രക്ഷപ്പെട്ടു. അതിൽ കൂടിയിരുന്ന ഒരുത്തനെ വിട്ടൂല്ല അല്ലാഹു തആല. അങ്ങനെയാണ് അല്ലാഹു തആല അദാബ്. അതിനാണ് അല്ലാഹുവിന്റെ അദാബ് എന്നത്.
ഈ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തറുത്ത ജനത, ആ നബിയെ ധിക്കരിച്ച ജനത, സാലിഹ് നബിയെയും അവരെ വിശ്വാസികളെ മാറ്റിയിട്ടാണ് അവർ അത് അപരിക്കുന്നത്. എവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഫിറൗൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനെയും ആ മൂസാ നബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ചതായ അക്രമകാരികളായ ഫിറൗനെയും അവന്റെ കൂടെയുള്ള ആളുകളെ എങ്ങനെ നശിപ്പിച്ചത്? നൈൽ നദി എത്തി ഫിറൗൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനതയെ നൈൽ നദിയിൽ കൂടെ കണ്ട് കൊണ്ടുപോയി നൈൽ നദി പിളർത്തി അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന്റെ നൽകിയ മോചിതത്തിലൂടെ. അങ്ങനെ പോയി പിളർന്നു. മൂസാ നബിയും ജനതയും അങ്ങനെ പോയി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിളർത്തിയ അള്ളാഹു നൽകിയ മോചിതത്ത് കൊണ്ട് ആ വടി കൊണ്ട് പിളർത്തിയ നൈൽ നദിയുടെ അതിലൂടെ ഫിറൗൻ വന്നപ്പോ ഫിറൗൻ മനസ്സിലാക്കി, ഞാൻ ദൈവമാണ്, എനിക്കിതാ പിളർന്നു തന്നിരിക്കുന്നു, കൂടെ വരുന്നുണ്ട് എല്ലാവരും അതിലേക്ക് നടത്തി. ഫിറൗനും പിന്നാലെ പോയി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പിന്നിൽ പോയിരുന്ന ജനത പറഞ്ഞു, മൂസാ നബിയെ ഫിറൗൻ അതിൽ പോയി വരുന്നുണ്ട്. അങ്ങനെ പോയി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചതായ സൽപ്രവർത്തനം ചെയ്യുന്ന അവസാനത്തെ ആളും ആ നൈൽ നദിയിൽ നിന്നും ആ അക്കരെ കര പറ്റിയതോട് കൂടി അല്ലാഹു തആല സമുദ്രത്തെ അങ്ങനെ യോജിപ്പിച്ചു. മൂസാ നബിയിൽ വിശ്വസിച്ച അവസാനത്തെ ആളെയും പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് മറ്റുള്ളവർ ഒന്നാകല്ലോ വിശ്വസിച്ചു. ഇങ്ങനെയാണ് മനസ്സിലാവുക. അല്ലാതെ വരുന്നതിനെല്ലാം അള്ളാന്റെ അതാപാണ്, അള്ളാന്റെ അതാപാണ്, അള്ളാന്റെ അതാപാണ് അങ്ങനെ പറയാൻ പാടില്ല. വെറുതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് അതാപല്ല, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. അതിന് അത് ഉന്നതമായ പദവികൾ നൽകും. ക്ഷമിക്കുന്ന ബാക്കിയുള്ള ആളുകൾ ക്ഷമിച്ചവർക്ക് അല്ലാഹു തആല അവർക്കും റഹ്മത്ത് നൽകും. അവർ ഹിദായത്തുള്ളവരാണെന്നുള്ള പറയാണ്. ക്ഷമിക്കണം, ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങൾ ക്ഷമിക്കണം. അത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ പരീക്ഷണങ്ങളാണ്. ശേഷമുള്ള ആളുകൾ മനസ്സിലാവും. ശേഷമുള്ള ആളുകൾ എന്തിനാ ബാക്കി വെച്ചു പറഞ്ഞാൽ അവർക്ക് പരീക്ഷണമാണ്. ഇവർക്കും പരീക്ഷണം, അവർക്കും പരീക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉരുൾപൊട്ടല് നമ്മളൊന്നും അറിയില്ല, അള്ളാഹുവിന് അവർക്കും അറിയുള്ളൂ. എത്രയോ ആളുകൾ എത്രയോ ജീവനോടുകൂടി എത്രയോ ദിവസം മണ്ണിന്റെ അടിയിലായിരുന്നു അവര്. രക്ഷപ്പെടാതെ അങ്ങനെ ദിവസങ്ങളോളം മണ്ണിന്റെ അടിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ മരണപ്പെട്ടവരുണ്ട്. പക്ഷെ അവരുടെ മനസ്സിന്റെ ഈമാൻ അവർക്കും അള്ളാഹ്ക്കും അറിയുള്ളൂ. അവരെങ്ങനെ ക്ഷമിച്ചിരിക്കുമെന്ന്. അവരുടെ ക്ഷമക്കനുസരിച്ചുള്ള പ്രതിഫലം ഇപ്പോൾ അവർ അതിന്റെ സന്തോഷം അള്ളാഹുവിന്റെ അടുക്കൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അതിന്റെ ആനന്ദത്തിലായിരിക്കും അവരുണ്ടാവും. ആ ക്ഷമിച്ചവർക്കൊക്കെ ആ ഈമാനുള്ള ആളുകൾക്കൊക്കെ ഉന്നതമായ പദവികൾ നൽകി അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ടുണ്ടായി. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ഷമിക്കാതെ ശേഷമുള്ള ആളുകൾ ക്ഷമിക്കാതിരുന്നാൽ അതിന്റെ കേട് നമ്മൾക്കുണ്ടാവും, അവർക്കുണ്ടാവും. മനസ്സിലാവും? അങ്ങനെയാണ് നശിപ്പിക്കുമ്പോ അങ്ങനെയാണ്. വേറെ ആയത്ത് കൂടി ഞാൻ പറഞ്ഞത് ഖുർആനിലുള്ള മനസ്സിലാവുന്ന സൂറത്തുൽ അൻആമിലെ 131 ആയത്ത്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല അത് പറഞ്ഞിട്ടുള്ളത്. അത് നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ألم يكن ربك مهلك القرى بظلم وأهلها غافلون. ذلك ألم يكن ربك مهلك القرى بظلم. ആ കാര്യം, അതായത് കാര്യം വിവരിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറയണം. അത് എന്താണത്? അല്ലാഹു തആല ഒരു അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ ഒരു രാജ്യക്കാരല്ലെങ്കിൽ ഗ്രാമവാസികളെ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥൻ നശിപ്പിക്കുകയില്ല എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയെ, നിങ്ങളുടെ രക്ഷിതാവ് ഒരു അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ ഒരു നാട്ടുകാരെ നശിപ്പിക്കുകയില്ല. ആ നാട്ടുകാര് ഈ സത്യമാർഗത്തെ സംബന്ധിച്ചും സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചും ബോധവാന്മാരാവാതിരിക്കുന്ന കാലത്ത്, അതായത് ഒരു ജനത, ആ ജനതയിലേക്ക് സത്യമാർഗം എന്താണെന്ന് അവരുടെ മേൽ അറിയിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാരെയോ ദൂതന്മാരെയോ സന്മാർഗത്തെ എത്തിച്ചു കൊടുക്കുന്നവരെയോ ആ ഗ്രാമത്തിലേക്കോ രാജ്യത്തിലേക്കോ അല്ല നിയോഗിച്ചിട്ടില്ല. അല്ലാഹു തആല അവരിലേക്ക് എത്തിച്ചിട്ടില്ല. എത്ര സ്ഥലങ്ങളുണ്ട് ഉണ്ടാവാം ഭൂമിയിൽ. ഇസ്ലാമിനെ സംബന്ധിച്ചറിയാതെ, പ്രവാചകന്മാരെ സംബന്ധിച്ചറിയാതെ, നന്മ എന്താണെന്ന് അറിയാത്ത എത്ര ആളുകളുണ്ടാവും, ഉണ്ടാവാം. അല്ലാഹു പറയാണ്, ഒരു സന്മാർഗത്തെ അറിയിച്ചു കൊടുക്കുന്ന, അവരെ ബോധവൽക്കരിക്കുന്ന ആളുകളെ അയക്കാത്തത് കാരണത്താൽ അതിനെ സംബന്ധിച്ച് ഒരു ബോധവുമില്ലാത്ത ഒരാളുകൾ അവർ ചില അക്രമങ്ങൾ പ്രവർത്തിച്ചു.
ആ അക്രമങ്ങൾ കാരണത്താൽ, അതായത് ഇവിടെ പറഞ്ഞ ബിൽ ഉൽമിൻ എന്ന് പറയുന്നത് പാപങ്ങളാണ്. വ്യഭിചാരങ്ങള്, സ്വവർഗരതികള്, മയക്കുമരുന്ന് ഉപയോഗം, കള്ളുകുടി, അല്ലെ, മദ്യപാനം, ഇങ്ങനെയുള്ള കുറെ പാപങ്ങൾ ഉണ്ടല്ലോ. ഈ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവർ ഇത് പാപാണെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ആളുകൾ ബോധവാന്മാരല്ല അതിനെ സംബന്ധിച്ച്. ഇത് തെറ്റാണ് എന്ന് പറയാൻ അത് ബോധവൽക്കരിക്കുന്ന ആളുകളും അവരിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇവരുടെ ഈ അക്രമം കാരണത്താൽ, ഇവരുടെ ഈ പാപങ്ങൾ കാരണത്താൽ അല്ലാഹു തആല നശിപ്പിക്കും, അവരെ നശിപ്പിക്കൂല എന്നാ പറയുന്നത്. മനസ്സിലായോ? ആ ജനങ്ങള് അശ്രദ്ധവാന്മാരാണ് അതിനെ സംബന്ധിച്ച്. അവരിലേക്ക് ഒരു പ്രവാചകരോ അല്ലെങ്കിൽ അവർക്ക് സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു അഖിലുകാരോ അവരിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ അശ്രദ്ധരായ ആളുകളിലേക്ക് അല്ലാഹു തആല അവരുടെ പാപങ്ങൾ കാരണത്താൽ അവരെ ശിക്ഷിക്കുകയില്ല, അവരെ നശിപ്പിക്കുകയില്ല എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു. ഇനി അങ്ങനെ എന്നിട്ടും അവർ പാപം ചെയ്യുകയാണ്, അവരിൽ സൽഫർ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടാവാൻ പാടില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് ആ ഗ്രാമം ഇപ്പൊ നമ്മളിലേക്ക് പ്രവാചകൻ വന്നിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അന്ത്യനാൾ വരെയുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി അന്ത്യനാൾ വരെയുള്ള എല്ലാവർക്കുള്ള പ്രവാചകരാണ്. ആ പ്രവാചകൻ നമുക്ക് വന്നിട്ടുണ്ട്. അവരുടെ സന്ദേശത്തിന് ശേഷമുള്ള അത്രയധികം പണ്ഡിതന്മാര് അമ്പിയായി ബനി ഇസ്രായേൽ, എന്റെ ഉമ്മത്തിലുള്ള എന്റെ ജനതയിലുള്ള പണ്ഡിതന്മാര് ബനൂ ഇസ്രായേലിലുള്ള അമ്പിയാക്കളെ പോലെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെ പ്രവാചകാനന്തരികളായ സത്യസന്ധന്മാരായ പണ്ഡിതന്മാർ, സത്യസന്ധന്മാരായ പണ്ഡിതന്മാർ, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാർ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, കളവ് പറയാത്ത പണ്ഡിതന്മാർ, ഫിത്ന ഉണ്ടാക്കാത്ത പണ്ഡിതന്മാർ, അങ്ങനത്തെ പണ്ഡിതന്മാർ അവര് ആ പ്രവാചകൻ സന്ദേശം ഇന്നും അറിയിച്ചു, നമ്മളിലേക്ക് സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ജനത ഇത് മുഴുവനും ദുർവൽഗണിച്ചുകൊണ്ട് അതിലുള്ള ഒരു നന്മയും പിൻപറ്റിയില്ല. പൂർണ്ണമായി എല്ലാവരും അക്രമം പ്രവർത്തിക്കുന്നവരായി, എല്ലാവരും പാപികളായി മാറി, പൂർണ്ണമായി നിഷേധികളായി മാറി. അവരിൽ നിന്നുള്ള ഒരു നന്മയും ഇവർ പിൻപറ്റിയില്ല എങ്കിൽ അപ്പോഴാണ് അവർ ആ പ്രവാചകന്മാരെ, അവരുടെ ആ സന്ദേശവാന്മാരെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ആ ജനതയിലേക്ക് ഒരാൾ പോലും സൽപ്രവർത്തനം പ്രവർത്തിക്കുന്ന ഒരാളും ഇല്ലാത്ത ജനതയിലേക്കാണ് എന്ത് ചെയ്യുക, അല്ലാഹു തആല അദാബ് ഇറക്കും. അല്ലാത്തവർക്ക് അദാബ് ഇറക്കും. അങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അദാബാണ്, അത് സംശയമില്ല. അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദാബാണ്, അല്ലെങ്കിൽ അദാബ് എന്ന് പറയാൻ പാടില്ല. അല്ലാതെ ഈ വരുന്ന ഉരുൾപൊട്ടൽ അദാബല്ല, അള്ളാഹിന്റെ പരീക്ഷണമാണ്. മൂന്നാമത്തത് എങ്ങനെയാണ്? അപ്പൊ ഒന്ന് നേരത്തെ പറഞ്ഞു, ഒന്നെന്താണ് അള്ളാഹിന്റെ പരീക്ഷണമായിട്ട് വരുന്നത്, രണ്ടാമത്തത് എന്താണ് അള്ളാഹിന്റെ അദാബായി വരത്തി പറഞ്ഞത്, മനസ്സിലാവുന്നതാണ്. മൂന്നാമത്തത് എങ്ങനെയാണ്? മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി വന്ന ഫസാദ്. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മൂന്നാമത് അങ്ങനെയും വരും. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഇത് ഓരോരുത്തരുടെ വീക്ഷണ പ്രകാരമായിരിക്കും ഇതൊക്കെ. നോക്കി എന്താ പറയുന്നത് പരിശുദ്ധ ഖുർആനില് സൂറത്ത് റൂം 41-ാമത്തെ ആയത്ത്. 41-ാമത്തെ ആയത്ത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. എന്താ പറഞ്ഞത്? ലഹറൽ ഫസാദ്, നാശം വെളിവായിരിക്കുന്നു, പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മളവിടെ നാശം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഫിൽ ബർരി വൽ ബഹർ, കരയിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, കടലിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത് അയ്ദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി. എന്നിട്ട് അല്ലാഹു പറയാണ് ലിയുദീഖഹും, എന്തുകൊണ്ടാണ് ആ നാശം പ്രത്യക്ഷപ്പെട്ടത്? ലിയുദീഖഹും, അവരെ രുചിപ്പിക്കാൻ വേണ്ടി, അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബഅദല്ലദീ അമിലു, അവര് പ്രവർത്തിച്ചതിന്റെ അവരുടെ ചില പ്രവർത്തനത്തിന്റെ കാരണമായിട്ട്, അവർ പ്രവർത്തിച്ച ചിലത് കാരണമായിട്ട്. ലഅല്ലഹും യർജൂൻ, അപ്പൊ അവർ പ്രവർത്തിച്ച ചിലത് കാരണമായിട്ട് അവർക്ക് രുചി ഒരു രുചി നൽകാൻ വേണ്ടിയിട്ട്, അതായത് അദാബിന്റെ
ശിക്ഷ അതാപല്ല, എന്താ പറയാ, വേദനയെ രുചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയണ അല്ലാഹു ലഅല്ലഹും യർജൂൻ, അവര് മടങ്ങിയാലും, അവർ മടങ്ങാൻ വേണ്ടിയിട്ടാണ്, അവർ ആ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഒരു എന്താ വേദനകളെ നാം രുചിപ്പിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഏതിനാണിത്? കടലിലും കരയിലും വെളിവായ ഈ നാശം അത് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ടാണ്. അവരുടെ ചില പ്രവർത്തനം കൊണ്ട് അവർക്ക് ചില വേദനകളെ രുചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഫസാദ് ഉണ്ടാക്കിയത്, അല്ലാഹു തആല അവിടെ നാശമുണ്ടാക്കിയത്. അതും ഖുർആന്റെ ഭാഷ നോക്കി, അള്ളാഹു നാശം ഉണ്ടാക്കി എന്നുള്ള പറഞ്ഞില്ല അവിടെ പറയുന്നത് വെളിവായ നാശം എന്നാണ്. കാരണം എന്താ? അതിന് കാരണക്കാര് മനുഷ്യരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെളിവായ. അപ്പൊ അത് കാരണത്താൽ അതിന് സൃഷ്ടാവ് ആരാണ്? കാരണക്കാർ മനുഷ്യരാണ്. അത് കാരണത്താലാണ് പ്രകൃതിക്ഷോഭങ്ങൾ, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അതിനെ സൃഷ്ടിക്കാനുള്ള കഴിവായിരിക്കുള്ളൂ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ലിയൂദീഖഹും, അവരെ രുചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, അവരൊന്ന് രുചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബഅദല്ലദീ അമിലു, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ, ചില പ്രവർത്തനങ്ങളുടെ ആ പരിണിത ഫലം അവർ രുചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലഹും യർജൂൻ, അവർ മടങ്ങുന്നവരാകാൻ വേണ്ടി. അപ്പൊ എന്ത് മനസ്സിലായി? ജനങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നാശം ഉണ്ടാവും. സമുദ്രത്തിലുണ്ടാവാം, കരയിലുണ്ടാവാം. അതാ നമ്മൾ പറയുന്നത്. ഇതില് ഇപ്പോ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടല് ജനങ്ങളൊന്നാകെ മാന്തിക്കളിച്ചിട്ടാണ് എന്ന് അങ്ങനെയല്ല വിഷയം. മൊത്തത്തിൽ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഉരുൾപൊട്ടലുകള് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കൂടുതൽ വിശദീകരിക്കണ്ട. ഈ എന്താ പറയുക, വെള്ളപ്പൊക്കങ്ങള്, ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ കാരണം സയന്റിസ്റ്റ് വിവരിക്കുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് എന്ന് സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വിവരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് കാരണത്താലായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ പ്രവർത്തിച്ച കാരണം, അതും അദാബ് എന്ന് പറയണ്ട. പക്ഷെ അള്ളാഹ് പറയണത് എന്താണ്? ചെറിയൊരു വേദനകൾ രുചിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ മടങ്ങാൻ വേണ്ടിയിട്ട്. അതായത് ഇനി നിങ്ങൾ മരങ്ങൾ ഒന്നാകെ വെട്ടി നശിപ്പിക്കരുത്, ഇനി നിങ്ങൾ ഈ പാറകൾ ഒന്നാകെ വെട്ടി നശിപ്പിച്ചിട്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറണം. ഇനിയെങ്കിലും ഒന്നാകെ കുണ്ടുകുഴി ഉണ്ടാക്കിയിട്ട് നമ്മള് എന്ത് ചെയ്യണ്ട, ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണ്ട. ഇനിയെങ്കിലും മാലിന്യങ്ങളെല്ലാം എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വെള്ളത്തിന് തടഞ്ഞു വെക്കുന്ന കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യരുത്. ഇനിയെങ്കിലും ഭൂമി മുഴുവൻ കോൺക്രീറ്റ് ഇട്ടിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന അവസ്ഥ ഇല്ലാതാക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ രുചിപ്പിക്കുന്നത്. ഖുർആൻ വ്യക്തമായി പറയുന്നു. അപ്പൊ അവിടെയും എന്തില്ല? അതാണ് ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനം കാരണത്താൽ അത് കാരണത്താൽ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, ഭൂമിയും ഈ പ്രകൃതിയും എന്ത് ചെയ്യാം? അല്ലാഹു തആല അതിന് അങ്ങനെയുള്ള ഒരു അല്ലാഹു തആല അതിലൂടെ സൃഷ്ടിക്കുകയാണ്. അതിന് ചില കഴിവുകൾ അല്ലാഹ് കൊടുക്കണം. അതിന് അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവും. അത് ജീവൻ നൽകിയിട്ടുണ്ട്, അതിനുണ്ട് ആത്മാവ്. അപ്പൊ അത് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില രുചികളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് അല്ലാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വരൂലായിരുന്നു. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതൊന്നും വരൂല. പക്ഷെ അള്ളാഹ് ഉദ്ദേശിച്ചു. എന്ത് കാരണത്താലാണ്? നിങ്ങൾ ഈ ഭൂമിയെ ഇങ്ങനെ ആക്കാൻ പാടില്ല, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ആക്കാൻ പാടില്ല, ഈ അന്തരീക്ഷത്തെ ഇങ്ങനെ ആക്കാൻ പാടില്ല, ഈ ജന്തുജീവജാലങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. അവരോട് നിങ്ങൾ കരുണ കാണിക്കും, ഈ സസ്യലതാദികളോട് കരുണ കാണിക്കും, ഭൂമിയോട് കരുണ കാണിക്കും. നിങ്ങൾ ഈ ഇതിൽ നിന്ന് മാറണം. എന്നിട്ട് നല്ലവരായിട്ട് നിങ്ങൾ ജീവിക്കുകയും എല്ലാവർക്കും ഗുണമുള്ളവരായി ജീവിക്കുകയും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വരും തലമുറകൾ ഗുണം ചെയ്യുന്നവരായി ജീവിക്കുകയും താൽക്കാലികമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ട് ഭൂമിയെ ഒന്നാകെ എന്ത് ചെയ്യട്ടെ നാശാക്കാതിരിക്കുകയും അതിനുവേണ്ടി അള്ളാഹു എന്ത് ചെയ്യാണ്? ഇതിലൂടെ അള്ളാഹു താല വെളിവാക്കാൻ അള്ളാഹു താല സൃഷ്ടിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ. അള്ളാഹു സൃഷ്ടിക്കുകയാണ് ഇങ്ങനത്തെ പ്രയാസങ്ങൾ, നമ്മുടെ ചെയ്തികൾ കാണുക. അതാണ് മൂന്നാമത്തെ. അങ്ങനെ ദുരന്തങ്ങൾ വരും. അതും ജനങ്ങളുടെ ഇങ്ങനത്തെ പ്രവർത്തനം കാരണത്താൽ, അല്ലാതെ വ്യഭിചാരം കൊണ്ടോ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെയുള്ള വ്യഭിചാരങ്ങളെ കൊണ്ടും ഇവിടെയുള്ള കൊലപാതകങ്ങളെ കൊണ്ടും ഇവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടുമാണ് ഇവിടെ അദാബറുകളെങ്കിൽ ആരവാക്കുന്നത്. പാപങ്ങൾ കാരണത്താൽ ഇവിടെ അള്ളാഹ് ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ഇവിടെ ആരാണ്? എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് നല്ല എന്താ പറയാ നെഞ്ഞു വിരിച്ച് നടക്കുന്നവരിവിടെ. നിരപരാധികളായ എത്രയോ ദരിദ്രരെ
നിരപരാധികളായ ആളുകളെ ഒന്നൊടുക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ ഗർഭിണിയായ ഭാര്യന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ പുരുഷനെ അവരുടെ ഭർത്താവിനെ കൊന്നവരിവിടില്ലേ? സ്വന്തം മാതാപിതാക്കളെ മുന്നിൽ വെച്ചിട്ട് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ തീയിലേക്ക് എറിഞ്ഞവരില്ലേ? ഇല്ലേ? സ്വന്തം ഭർത്താവിനെ കെട്ടിയിട്ടിട്ട് ഭാര്യയെ വ്യഭിചരിച്ചവരില്ലേ? സ്വന്തം ഭർത്താവിനെ കെട്ടിയിട്ട് ഭാര്യയെ കൊന്നവരില്ലേ? മാതാപിതാക്കളെ മുന്നിൽ വെച്ച് കുട്ടികളെ കൊന്നവർ, ചെറിയ കുട്ടികളെ മുന്നിൽ വെച്ച് ഉമ്മയെ കൊന്നവരില്ലേ? ഭൂമിയിൽ കുഴിച്ചു മൂടിയവരുമില്ലേ? ഇന്നും ഇവിടെ ജീവിക്കുന്നില്ലേ? എന്തെല്ലാം അക്രമങ്ങൾ എവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കും. ജനങ്ങളെ ജീവനോടുകൂടി ചുട്ടിരിക്കല്ലെന്ന് പലയിടത്തും. അങ്ങനെയാണെങ്കിൽ അവരുടെ മേലല്ലേ അതാപ് ഇറങ്ങേണ്ടത്? പാപങ്ങളെ കൊണ്ട് അതാപ് ഇറങ്ങാണെങ്കിൽ ആരെ ബാക്കിയുണ്ടാവും ഇവിടെ? അള്ളാഹ് അങ്ങനെ ഇറക്കൂല. വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ പോണവിടെ? നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടാവും. നമ്മളെ പാപങ്ങൾ കാണാൻ ശിക്ഷിക്കുകയാണെങ്കിൽ നേരാവാൻ സമയം ഉണ്ടാവും നമുക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വിവരമില്ലായ്മ പറയാൻ പാടില്ല. പാപങ്ങളെ കൊണ്ടല്ല, പക്ഷെ നമ്മളിൽ വരുന്ന പല രോഗങ്ങളും പലതും നമ്മളെ പാപങ്ങൾ കാരണത്താൽ തന്നെയാണ്. അത് നമ്മൾ ചെയ്ത നമ്മളെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ അള്ളാഹ് നമ്മൾ സൃഷ്ടിക്കണം. അത് നിർത്തി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിൽ നന്മയും സൃഷ്ടിക്കും, ആരോഗ്യം സൃഷ്ടിക്കും. അങ്ങനെ പലതും ഉണ്ട്. ഒരു ഡോട്ട് മാത്രമേ ഖുർആൻ പറയൂ, മനസ്സിലാവും. അല്ലാതെ ഇവിടെയുള്ള ചെയ്തികള് മുഴുവൻ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവിടെ നാശമാണ്. ഇങ്ങനെയുള്ള ഇത്രയധികം ഇങ്ങനത്തെ ക്രൂരന്മാരായ കൊലപാതകൾ ആളുകൾ മാത്രമുള്ള ഒരു ഗ്രാമമാണെങ്കിൽ അവരതിൽ തൗബ ചെയ്ത് വേണം. അപ്പോഴും അല്ലാഹു തആല കുറെ സമയം കൊടുക്കുമായിരിക്കും. എന്നിട്ട് തൗബ ചെയ്ത് വേണം ആ ഗ്രാമം മൊത്തം തൗബ ചെയ്ത് വേണം നിങ്ങൾ ആ ഗ്രാമം മൊത്തം നശിപ്പിക്കും. അല്ലെങ്കിൽ നശിപ്പിക്കൂല എന്ന് ഖുർആൻ പറയുന്നത്. അവരിൽ ചിലരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ നശിപ്പിക്കൂല. മനസ്സിലാവും. ഇനി പ്രകൃതിപരമായിട്ട് ഇതേപോലെ ജനങ്ങൾ ചെയ്ത ചെയ്തികൾ കാരണത്താൽ, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ ഉണ്ടാകുന്ന ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ. ആ പ്രകൃതി ദുരന്തങ്ങളിൽ എന്ത് ചെയ്യും? അതിൽ നല്ലവരും പെട്ടുപോകും. അത് അല്ലാതെ അതാപല്ല. നല്ലവർ തെറ്റു. അത് നിങ്ങളുടെ ചെയ്തി കാരണത്താൽ പ്രകൃതിയിൽ ഉണ്ടായതാണ്. അതിന് ശിക്ഷയാണത്. ആർക്ക്? ആ ചെയ്തവർക്ക് ശിക്ഷയാണ്. പക്ഷെ അതിൽ ആരും പെടും? അത് ചെയ്യാത്തവരും പെടും. പക്ഷേ അത് ആ ചെയ്യാത്തവർക്ക് അതൊരു പരീക്ഷണമാണ്. നേരത്തെ പറഞ്ഞ പരീക്ഷണം. അപ്പൊ ഒരു വിഷയം തന്നെ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു തആലാന്റെ ഒരു പ്രവൃത്തി തന്നെ, ഒരു വേദനിപ്പിക്കൽ തന്നെ, ഒരു പ്രയാസം സൃഷ്ടിക്കൽ തന്നെ ഒരു കൂട്ടർക്ക് അദാബാകുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് പരീക്ഷണമാണ്. ആ മറ്റു കൂട്ടരിൽ പരീക്ഷണത്തിൽ ക്ഷമിച്ചവർക്ക് റഹ്മത്തും ബറക്കത്തും അല്ലാഹു നൽകുമ്പോൾ, സ്വർഗത്തിലേക്ക് ഉന്നതമായ പദവികൾ നൽകുമ്പോൾ, അതേ സമയത്ത് അപ്പുറമുള്ള ഒരു കൂട്ടക്കാർക്ക് അത് അദാബായിട്ട് അവരെ വേദനിപ്പിക്കലായിട്ടും നാളെ മഹ്ശറിൽ നാളെ ആഖിറത്തിലും അവർക്ക് ശിക്ഷ അനുഭവിക്കുന്ന അദാബായിട്ടും അല്ലാഹു തആല മാറ്റും. ഈമാനില്ലാത്ത മരണമാക്കി അതന്നെ മാറ്റും. ഒരു സ്ഥലത്ത് തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരും ഒരു ഭാഗത്ത് അല്ലാഹു തആല അത് വഴി കൊണ്ട് ഈ പ്രകൃതി ദുരന്തം വഴി കൊണ്ട് ഒരു ഭാഗത്ത് അല്ലാഹു തആല സ്വർഗവും സന്തോഷവും ആനന്ദവും കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ശിക്ഷയും വലിയതായ വലിയതായ അദാബും അവർക്ക് നൽകും. അപ്പൊ ആ അദാബ് ഇറങ്ങുന്നവര് അത് ഏത് വിഷയത്തിലാണ്? അത് നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരെ വിട്ടുകൊണ്ടുള്ള അതല്ല. പ്രകൃതിയിലും മറ്റും നമ്മുടെ കരങ്ങൾ കാരണത്താൽ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ ഉണ്ടായ ദുരന്തങ്ങൾ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതായ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ രണ്ടുപേരും പോലും, നല്ലവരും പോലും ചീത്തവരും പോലും. പക്ഷെ അതിൽ ശിക്ഷിക്കപ്പെടുന്നവരാരാണ്? പിന്നീടും അവർക്ക് ദുരിതം. ആ ശിക്ഷിക്കപ്പെടുന്നവരാരാണ്? അതിൽ ഈ പ്രവർത്തനം പ്രവർത്തിച്ചവരാണ്. അതിൽ രക്ഷപ്പെടുന്നവരാരാണ്? നാളെ അല്ലാഹു തആല ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ അനുസരിച്ചിട്ട് നാളെ ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ സൽക്കർമ്മങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. മറ്റവരുടെ ദുൽക്കർമ്മങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും, അവരുടെ പാപങ്ങൾ അനുസരിച്ചായിരിക്കും അവരുടെ ഉയർത്തെഴുന്നേൽക്കുന്നത്. അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് ഈ അമ്പിയാക്കളെ പോലെയുള്ള ദൈവദൂതന്മാരെ വിട്ടുകൊണ്ട് അവരെ ധിക്കരിച്ച ആളുകളെ അല്ലാഹു തആല ഒന്നാകെ നശിപ്പിക്കലിൽ അതിലുള്ള നല്ല ആളുകളെ അല്ലാഹു തആല ആ ഗ്രാമത്തിൽ, ആ രാജ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ ഗ്രാമത്തെ മൊത്തം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നാശമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ ചെയ്തികൾ കാരണത്താൽ അല്ലാഹു സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങളാണ്. അത് ഒരു കൂട്ടർക്ക് പരീക്ഷണമാവുമ്പോൾ ഒരു കൂട്ടർക്ക് അത് ശിക്ഷയായി അദാബായിട്ടും. എല്ലാവർക്കും ഒരേപോലെയല്ല. അത് അവരുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം ഓരോരുത്തർക്കും അനുഭവിക്കും. ഇനി മറ്റൊന്ന്, ഇത് മൂന്നാമത്താണ്.
നാലാമത്തെ ഒരു കാര്യം അതുകൂടി പറഞ്ഞു നിർത്താം. നാലാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമല്ലാത്തൊരു വിഷയം. ഇതല്ലാത്തൊരു വിഷയം അതെന്താന്ന് വെച്ചാൽ അള്ളാഹു ആദ്യമേ പറഞ്ഞു, ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ ഉള്ളതെല്ലാം ന്യൂനത നിറഞ്ഞതാണ്. ഇവിടെ ഉള്ളതെല്ലാം ന്യൂനത നിറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇത് സ്വർഗവും അത് പറ്റില്ല. ഇത് അതിനു വേണ്ടി സൃഷ്ടിച്ചല്ലോ, ഇത് കുറഞ്ഞ കാലയളവിന് വേണ്ടി സൃഷ്ടിച്ചു. പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഓതാൻ പരിശ്രമിക്കാം. അതേതായത്ത് സൂറത്തുൽ അഅറാഫിലുള്ള 24-ാമത്തെ ആയത്താണ്. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തുണ്ട്? ഒരു നിശ്ചിത കാലയളവ് വരെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ എന്തുണ്ട്? ഇവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷവും ഇവിടെ ഒരു പ്രയോജനവും മറ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവ് വരെ ഇവിടെ ഉണ്ടാവും. അത് അള്ളാന്റെ തീരുമാനമാണ്. ഭൂമി പോലും അങ്ങനെയാണ്. ഈ ഭൂമിക്ക് ഒരു നാശം ഉണ്ടാവും. ഈ സൗരയൂഥത്തിനൊരു നാശം ഉണ്ടാവും. ഗാലക്സികൾക്ക് നാശം ഉണ്ടാവും. ലോക്കൽ ഗ്രൂപ്പുകൾക്ക് നാശം ഉണ്ടാവും. അല്ലെ? സൂര്യനും ചന്ദ്രനും എല്ലാം നശിക്കും. ഖുർആൻ പറഞ്ഞു. ഇത് ഈ ഇവിടെയുള്ള ഈ പ്രപഞ്ചങ്ങളിലെല്ലാം അള്ളാഹു തആല ന്യൂനതയോടുകൂടി സൃഷ്ടിച്ചു. അപ്പൊ ആ ഭൂമി സൃഷ്ടിക്കുമ്പോൾ അതിന് ന്യൂനത എന്ന് വെച്ചിട്ടുണ്ട്. ഇത് സ്വർഗല്ല. അപ്പൊ ഇവിടെ ഒന്നും വേണ്ട, ഒരു മനുഷ്യനില്ലെങ്കിലും ഭൂമിക്ക് ന്യൂനത ഉണ്ട്. അപ്പൊ ഒരു മനുഷ്യനും ഇല്ലാത്ത ഭാഗത്തും അഗ്നിപർവ്വതം പൊട്ടാം, ലാവകൾ ഒഴുകി വരാം. ഒരു മനുഷ്യരും ഇല്ലാത്തടത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാവാം. ഒരു മനുഷ്യരും ഇല്ലാത്തടത്തും ഉരുൾപൊട്ടാം. ഒരു ജീവികളും ഇല്ലാത്തടത്തും അല്ലെ മഞ്ഞുമലകൾ ഉരുകി വരാം. ഹിമാലയത്തിലൊക്കെ, അന്റാർട്ടിക്ക പോലുള്ള അവിടെയൊക്കെ കുറഞ്ഞ ജീവികളുണ്ടാവും. ഒന്നും ഇല്ലാത്തടത്തും ഉണ്ടാകാം. എന്താ പെൻഗ്വിൻ നാശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ജീവികളും ഇല്ലാത്തടത്തും എന്തുണ്ടാവാം? വെള്ളപ്പൊക്കം ഉണ്ടാവാം, പലതും ഉണ്ടാകും. അത് ഭൂമിയുടെ ന്യൂനതയാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഭൂമിക്ക് ചില ഭാഗത്ത് ഖനം ഉണ്ടാകും, കട്ടിയുള്ള ഭാഗം ഉണ്ടാകും. ചില ഭാഗത്ത് ലോലമായ ഭാഗം ഉണ്ടാകും, മർദ്ദമില്ലാത്ത ഭാഗങ്ങളുണ്ടാകും. പല ഭൂമിയുടെ പലതും പല വിധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചു. ന്യൂനതയോടുകൂടി ഭൂമി സൃഷ്ടിച്ചു. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനുഷ്യര് അത് പ്രവാചകന്മാരെ വിട്ടിട്ട് അള്ളാഹു തആല പറഞ്ഞ് നമ്മൾക്ക് ആ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഇന്നാലിന്റെ അങ്ങനത്തെ ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു? നിങ്ങളെ നഫ്സുകളെ നാശത്തിലിട്ട് പോകരുത്. നിങ്ങൾ നാശത്തിലേക്ക് ഇട്ടു പോകരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹിമാലയത്തിലെ താഴ്ഭാഗത്ത് നിന്നും എന്ത് ചെയ്യുക? ആ ഉഷ്ണകാലം വന്നിട്ട് മാറുക. കാരണം അത് മഞ്ഞുരുക്കി വരും. അല്ലെങ്കിൽ ആ നദിയുടെ ആ മഞ്ഞുരുക്കി വരുമ്പോൾ ആ നദിയുടെ അരുഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നതൊക്കെ മാറുക. മഴക്കാലം വരും, നല്ല വെള്ളപ്പൊക്കം വരുന്ന വെള്ളം കയറുന്ന ഭാഗങ്ങൾ ഉണ്ടാവും ഭൂമിയിൽ. അവിടുന്ന് കൊണ്ട് മാറിക്കുക. ഉരുൾപൊട്ടാൻ സാധ്യതകളുണ്ട്. കഴിഞ്ഞ വർഷം പൊട്ടി, അതിന് മുന്നത്തെ വർഷം അവിടെ അതിന്റെ അപ്പുറം 35 കിലോമീറ്റർ അപ്പുറം പൊട്ടി, അല്ലെങ്കിൽ ഇപ്പുറത്ത് പൊട്ടി. അപ്പൊ എന്ത് ചെയ്യുക? അതല്ലാത്ത ഭാഗത്തേക്ക് മാറി നിൽക്കുക. അതിപ്പോ അതിന് രക്ഷയുള്ളൂ. അത് ആരും ഒന്നും പ്രവർത്തിച്ചതിന്റെ കാരണത്തിലല്ല, അത് ഭൂമിയുടെ ന്യൂനതയാണ്. അല്ലാതെ ന്യൂനതയോട് കൂടിയിട്ട് അവിടെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളൂ. ന്യൂനതയില്ലാത്തവന് അള്ള മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ പോലും അള്ള ന്യൂനത നമ്മൾക്ക് വെളിവാക്കാതെ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകണോണ്ട് ആ ന്യൂനത ഇല്ലാതിരിക്കണത്. അവിടെയും അതിന്റെ ന്യൂനതയുണ്ടാവും. സൃഷ്ടിയിലാണോ ന്യൂനതയുണ്ടാവും? അള്ള ന്യൂനത മറച്ചു വെക്കുമ്പോൾ നമുക്കിത് കാണും. സൃഷ്ടാവിന് മാത്രമേ ന്യൂനതയില്ലാത്തുള്ളൂ, അള്ള മാത്രമേ ന്യൂനതയില്ലാത്തുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും ദുരന്തങ്ങൾ വരുന്നു. അപ്പൊ അത് കണ്ടറിഞ്ഞവങ്ങൾ മാറും. മനസ്സിലാവുന്നു? അപ്പൊ ഇങ്ങനെ 4 വിധത്തിലാണ് ദുരന്തങ്ങൾ വരെ. ഒന്ന് അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമായിട്ട് വരും. അതിൽ ബശ്ശിരി സ്വാബീൻ, ക്ഷമിക്കുന്നവർ സന്തോഷ വാർത്തയുണ്ട്. അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കും. എങ്കിൽ അവർക്ക് അള്ളാന്റെ ഭാഗത്ത് നിന്ന് പദവികളുണ്ട്, റഹ്മത്തുണ്ട്, സ്വർഗമുണ്ട്, ഒക്കെ ഉണ്ടാകണമെന്നുണ്ട്. അതൊരു ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? അള്ളാഹു തആലാന്റെ പ്രവാചകന്മാരയച്ചിട്ടും അവരിൽ നിന്ന് താക്കീതുകൾ ചെയ്തിട്ടും അതെല്ലാം നിസ്സാരമാക്കി പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകൾ
അങ്ങനത്തെ ആളുകൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിഷേധികളായ ആളുകൾ അവരെന്തു ചെയ്യും? അവിടെയുള്ള സത്യവിശ്വാസികളെ സൽപ്രവർത്തനം ചെയ്യുന്നവർ അവരിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവരുടെ മേലെ അതാപറക്കുന്ന ഒരു രീതി, അതല്ല ഇപ്പൊ കണ്ടുവരുന്നത്. മൂന്നാമത്തത് എന്താണ്? മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ ഈ പ്രകൃതിയിലും അവന്റെ സ്വയം ശരീരത്തിനുമേലും നഫ്സുകളുടെ മേലും അക്രമം പ്രവർത്തിച്ചത് കാരണത്താൽ എയ്ഡ്സ് വരുന്നില്ലേ, രോഗം, കൊറോണ വരുന്നില്ലേ, പന്നിപ്പനി വരുന്നില്ലേ? ചിലതൊക്കെ മറ്റുള്ളവരുടെ ഈ പ്രവർത്തനം കാരണത്താൽ നമ്മൾക്ക് വന്നുകൂടുന്നുണ്ട്. സ്വയം നമ്മൾ പ്രവർത്തിച്ചത് കാരണത്താൽ നമ്മൾക്ക് വരുന്നവരുണ്ട്. ഉദാഹരണമായിട്ട് നല്ല മഴയുള്ള ടൈമിൽ നമ്മുടെ നാഗ മഴത്ത് ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ മഞ്ഞും ഇതൊക്കെ കൊണ്ടു നടന്നു, അങ്ങനെ പനി വന്നു, അല്ലെങ്കിൽ ഇത് വന്നു. സംഭവം അന്ന് ഉദ്ദേശിക്കാതെ വന്നിട്ടില്ല, പക്ഷെ കാരണക്കാരനുണ്ടായി. അപ്പൊ അതൊക്കെ നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണക്കാരാണ്, നമ്മുടെ പാപങ്ങൾ കാരണത്താലല്ല. അതൊരു പാപം. നമ്മള് മഴത്ത് നടക്കലും പാപം, മഞ്ഞുകൊണ്ട് നടക്കലും പാപമാണ്, പാപം കൊണ്ടല്ല. കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യാസം മനസ്സിലാക്കണം. പാപങ്ങളെ കൊണ്ട് വരുന്നതുകൊണ്ട് കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. വ്യഭിചാരിയായ മനുഷ്യൻ സ്ഥിരമായി വ്യഭിചരിച്ചുകൊണ്ടിരിക്കും, അവർക്ക് പല രോഗങ്ങളും വരാൻ സാധ്യത, എയ്ഡ്സ് പോലെ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത, അല്ലെ? പലതും വരാൻ സാധ്യത. അവർ സ്വന്തം നഫ്സിന്റെ മേൽ അവർ അക്രമം പ്രവർത്തിച്ചത് കാരണം. ചിലതൊക്കെ പാപമാകാം. കരങ്ങൾ പ്രവർത്തിക്കല് ചിലപ്പോ പാപങ്ങളായിട്ട് വരുന്നതുണ്ട്, ചിലത് പാപമല്ലാതെ അതിരുവിട്ട് വരെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇതിന് മൊത്തം ഉൽമ എന്ന് പറയുന്നത്, അക്രമം എന്ന് പറയുന്നത്. ചിലത് അതിരുവിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാം പാപങ്ങളായിക്കൊള്ളുന്നില്ല, ചിലത് പാപങ്ങളിൽ പെടും. അങ്ങനെ അപ്പൊ അതാണ് മൂന്നാമത്തത്. നാലാമത്തത് എന്താണ്? ഭൂമി, ഈ പ്രപഞ്ചം മൊത്തം ന്യൂനതയുള്ളതാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ദുരന്തം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലാഹു തആലയിൽ നിന്നും നന്മകൾ വരുമ്പോൾ വമാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിനക്ക് വല്ല നന്മയും വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹ്, നമ്മളിലേക്ക് അള്ളാഹ് നോക്കിയിട്ട് നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ കുടുംബങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് ശുക്ർ ചെയ്യുക. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ, നീ നിനക്ക് വല്ല പ്രയാസങ്ങൾ വന്നാൽ, മോശമായ കാര്യങ്ങൾ നിനക്ക് എത്തിക്കഴിഞ്ഞാൽ ഫമിൻ നഫ്സിക്, അത് നിന്റെ നഫ്സിന്റെ ഭാഗത്താണ് മനസ്സിലാക്കുക, നിന്റെ ഭാഗത്ത് നിന്ന് പോരായ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഇസ്തിഗ്ഫാർ ചെയ്യുക, ക്ഷമിക്കുക. ഫമിൻ നഫ്സിക് എന്നാൽ നമ്മളെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ മനുഷ്യ കുലത്തിന്റെ ഭാഗത്താണ്, അല്ലെ? വ്യക്തിജമായ ദുരന്തങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്ത ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലാവില്ല, ഞാൻ ചെയ്തിട്ട് അക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ, വേറെ ആൾക്കാർ ചെയ്ത അക്രമത്തിന്റെ ഭൂമിയിൽ നടത്തിയത് നമുക്ക് വേണ്ടതുമായി അല്ല, അള്ളാഹുവിലേക്ക് ഇതാക്കണം, ക്ഷമിക്കുക. അപ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഇഷ്ടം പ്രതിഫലം. അത് തൗഫീഖ് നൽകട്ടെ. ربنا تقبل منا دعاءنا وسائر أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين اللهم اغفر لجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അള്ളാഹു ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകണമെന്ന്, അവർക്ക് ഹിദായത്ത് നൽകണമെന്ന്, ശേഷമുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് എളുപ്പാക്കി കൊടുക്കണമെന്ന്, അവർക്ക് പാർപ്പിടങ്ങളും മറ്റു സൗകര്യങ്ങളും അള്ളാഹുവായി നീ തന്നെ തമ്പുരാൻ, അതിനുള്ള കാര്യങ്ങൾ നീ തന്നെ തമ്പുരാൻ ചെയ്തു കൊടുക്കണമെന്ന്, അതിൽ ഭാഗവാക്കാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമെന്ന് അള്ളാഹു റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും കാമിലായ മഗ്ഫിറത്ത് നൽകാൻ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ബിജാഹി സയ്യിദനാ നബിയിനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين بجاه سيدنا نبينا مصطفى محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله. السلام عليكم ورحمة الله وبركاته.